കേരളത്തിലെ വിവാഹമോചന നിരക്ക് ഓരോ വർഷവും കൂടി വരികയാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും വിവാഹമോചനത്തിന് കാരണമായി വരുന്നുണ്ട്. വിവാഹം കഴിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് വിവാഹമോചനത്തിനെന്ന് പലർക്കും മനസ്സിലാവുക കോടതിയിലെത്തിച്ചേരുമ്പോൾ മാത്രമാണ്. നമ്മുടെ നാട്ടിൽ അറേഞ്ച്ഡ് മാരേജിനേക്കാൾ ലവ് മാരേജിൻ്റെ എണ്ണവും നാൾക്കുനാൾ കൂടി വരുന്നുണ്ട്. ഇവർക്കിടയിൽ തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതലായും കണ്ടുവരുന്നതും ഒടുവിൽ ഡിവോഴ്സിൽ വരെ എത്തിച്ചേരുന്നതും. പ്രണയിക്കുമ്പോൾ ഒന്നും പ്രശ്നമല്ല. ചില പെൺകുട്ടികളുണ്ട്, അവർക്ക് കലിപ്പന്മാരെ വലിയ ഇഷ്ടമാണ്. കലിപ്പൻ എന്നാൽ എന്തിനും ഏതിനും ചൂടൻ ആറ്റിറ്റ്യൂഡ് മാത്രം കാണിച്ചു നടക്കുന്നവൻ. ചില അനുഭവങ്ങൾ പറയട്ടെ ഈ കലിപ്പന്മാരെ പറ്റിയും കാന്താരിമാരെ പറ്റിയും. പെണ്ണ് കാണാൻ ചെറുക്കൻ്റെ അമ്മയും കൂട്ടരും വന്നപ്പോൾ ചെക്കൻ്റെ അമ്മ പെണ്ണിനോട് പറഞ്ഞത്രേ, മോളെ അവൻ വലിയ ചൂടനാ, പെട്ടെന്ന് ദേഷ്യം വരും, എന്നാലും പച്ച പാവമാ അവൻ. നമ്മുടെ പെൺകുട്ടിക്ക് വലിയ പ്രായമൊന്നുമില്ലായിരുന്നു, 22 വയസ്സ് കഴിഞ്ഞിട്ടേയുള്ളൂ. മോൻ കലിപ്പനാണെന്ന് അമ്മ വാത്സല്യത്തോടെ പറഞ്ഞപ്പോൾ അവൾ കരുതി എന്നാൽ പിന്നെ കലിപ്പൻ്റെ കാന്താരി അയക്കാമെന്ന്. അങ്ങനെ കെട്ടുകഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞില്ല, കലിപ്പൻ്റെ കലിപ്പങ്ങ് തുടങ്ങി. കറി ഇഷ്ടമായില്ല എങ്കിൽ അവൻ്റെ അമ്മ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ആ കറിയൊക്കെ. ഡ്രോൺ പറത്തും പോലെയാണ് കലിപ്പൻ കറിപ്പാത്രം എറിഞ്ഞിരുന്നത്. പിന്നെ വാതിൽ ചവിട്ടി അടയ്ക്കുക, ചവിട്ടി തുറക്കുക, സാധനങ്ങൾ വലിച്ചെറിയുക, ഒടുവിൽ ബൈക്കും എടുത്തൊരൊറ്റ പാച്ചിലാണ്. അവൾക്കിതൊക്കെ ആദ്യ അനുഭവങ്ങളായിരുന്നു. അവൾ പേടിച്ച് വിറച്ചു പോവും. ഒടുവിൽ അപ്രതീക്ഷിതമായി മരുമകൻ്റെ ഡ്രോൺ പറത്തൽ കണ്ട അമ്മായിയമ്മ അവരുടെ മകളെയും കൊണ്ടങ്ങ് പോയി. കലിപ്പൊക്കെ മാറ്റി മര്യാദയ്ക്ക് പെരുമാറാൻ പഠിച്ചിട്ട് വരാൻ ഒരു ഉപദേശവും പോകും വഴി അമ്മ നൽകി. 5-6 മാസത്തിനുള്ളിൽ തന്നെ പണി പാളിപ്പോയെന്ന് തിരിച്ചറിഞ്ഞ കലിപ്പന് നന്നാകേണ്ടി വന്നു. ഇപ്പോൾ നല്ല കുട്ടിയായി ഭാര്യയോടൊപ്പം സുഖമായി കഴിയുന്നു. അമ്മായിയമ്മയുടെ സംയോജിതമായ ട്രീറ്റ്മെൻറ്റിൽ അവൻ്റെ മൊത്തം കലിപ്പും തീർന്നു കിട്ടി. എൻ്റെ ഒരു സഹപാഠിക്കും ഇതേപോലൊരു അനുഭവമുണ്ട്. കോളേജിൽ പോകും വഴി ബസ്സിന് പിന്നാലെ പറന്നെത്തിയിരുന്ന, കോളേജിന് മുന്നിൽ ബുള്ളറ്റുമായി കാത്തു നിൽക്കുന്ന സുമുഖനായ ചേട്ടൻ. ചേട്ടൻ്റെ ഹീറോയിസത്തിൽ ചങ്ങാതി തലയും കുത്തി അങ്ങ് വീണു. ഇടയ്ക്കിടെ കാണാൻ വരുമ്പോൾ മദ്യത്തിൻ്റെ മണം, മദ്യത്തിൻ്റെ നാറ്റം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഞാനെൻ്റെ കലിപ്പനെ വിശുദ്ധനാക്കുമെന്ന വ്യാമോഹത്തിൽ കല്യാണം കഴിച്ചു. കെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പെട്ടു എന്ന്. കലിപ്പൻ്റെ കാന്താരി പഠിച്ച മനഃശാസ്ത്രമൊക്കെ അടപടലം ഉപയോഗിച്ചിട്ടും ഒരു മാറ്റവും ഇല്ല. പിന്നെ പതിയെ മാറാൻ തുടങ്ങി. കലിപ്പനല്ല, നമ്മുടെ കാന്താരി. വെള്ളമടിച്ച് വീട്ടിൽ അലമ്പുണ്ടാക്കിയാൽ കലിപ്പന് കാലിൻ്റെ തുടയിൽ നല്ല നുള്ളു വെച്ച് കൊടുക്കും. അടിയും ഇടിയുമൊക്കെ കൊടുത്ത് കെട്ടിയോനെ തല്ലി എന്ന ചീത്തപ്പേര് കേൾക്കാൻ അവൾക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. എന്തായാലും നുള്ളു തെറാപ്പിയുടെ കഠിന പ്രഹരത്തിൽ അത് കിട്ടിയിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ കേട്ടോ. ഭയന്നുപോയ കലിപ്പൻ കുടി പൂർണ്ണമായും നിർത്തിയില്ല എങ്കിലും വീട്ടിലെ കലിപ്പങ്ങ് പൂർണ്ണമായും നിർത്തി. വെള്ളമടിച്ചാൽ വയറ്റിൽ കിടക്കണമെന്ന ആപ്തവാക്യത്തിൽ വിശ്വസിച്ച് പാവം ജീവിച്ചു പോരുന്നു. കലിയടക്കാൻ കഴിയാത്ത കലിപ്പന്മാരുടെയും കലിപ്പത്തിമാരുടെയും കാന്താരിയും കാന്തനുമൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മൾ തിരക്കേറിയ റോഡ് മുറിച്ച് കടക്കുന്നതിന് മുൻപ് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കും പോലെ പല വട്ടം ചിന്തിക്കുക. ചിലർക്കേ ശരിയാവൂ, ചിലർക്ക് ശരിയാകില്ല. പക്ഷേ ശരിയാകാത്ത ചിലരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഈയിടെ ചില കലിപ്പന്മാർ നവവധുക്കളുടെ മൂക്കിൻ്റെ പാലം തകർത്തതും കവിളത്ത് അടിച്ചതും കൈ കടിച്ചു പറിച്ചതുമൊക്കെ പത്രത്തിൽ വായിച്ചിരുന്നു. കലിപ്പൻ്റെ കാന്താരിയാകും മുമ്പ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക വളരെ നല്ലതാണ്.